അങ്ങനെ ഹീറോയി ഉറങ്ങാൻ പറഞ്ഞു. ഫുഡെല്ലാം കഴിച്ച് ഓരെല്ലാം ഉറങ്ങി. രാവിലെ എണീച്ച് ആറം വന്നു, എല്ലാവരും വന്നു, കാറിൽ വന്ന് 3 പേർ കൂടുകൂടെ ഓടിപ്പോയി നഞ്ചുവിനെ കെട്ടിപ്പിടിച്ച് കയറിയാന്ന്. ശരിടാ. ആറാം ഹീറോയിനെ നോക്കി. ക്യൂട്ടായിട്ടുണ്ടല്ലോ ഗേള്. ഓക്കെ ശരി. എനിക്ക് ഓൾറെഡി വൈഫ് ഉണ്ടല്ലേ, ഉണ്ടാതെ ആറാം. ശരി ഓക്കെ, എന്ത് പ്രശ്നം? നടന്ന കാര്യം പറഞ്ഞു. ഞാൻ പോലീസാണ്. മാം നിങ്ങൾ പോലീസാണോ? അതെ അതെ. ശരി, എന്താ നടന്നത് കാര്യം പറഞ്ഞു. ഒരു മൊട്ടത്തലവർ പറഞ്ഞു, റോക്ക് പറഞ്ഞു, ഒരു ചെക്കനുണ്ടോ, അവരെ കിഡ്നാപ്പ് ചെയ്തതായിരുന്നു. ഓക്കെ. ഇങ്ങനെ ആ ഡ്രസ് ഫുഡിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കായിരുന്നു. നിങ്ങൾ ഉറങ്ങിക്കോ, രാവിലെ നമുക്ക് നോക്കാം. നൈറ്റായിരുന്നു. അങ്ങനെ ഡിന്നറെല്ലാം കഴിച്ച് പോയിട്ട് ഉറങ്ങി. അങ്ങനെ രാവിലെ ആയി. ഇങ്ങനെ എവിടെ ഇരുന്ന് സംസാരിക്കാറായിരുന്നു. ഷൂട്ടിങ്ങെല്ലാം എങ്ങനെയുണ്ട്? ഷൂട്ടിങ്ങെല്ലാം കഴിഞ്ഞു മാം. അതെ, ഞങ്ങൾ കൊറിയൊക്കെ പോയായിരുന്നു, മാത്രം അത് ക്യാൻസലായി മാം. ഇപ്പോൾ നിങ്ങൾ കൊറിയയിൽ ഇപ്പോൾ വേറെ ഷൂട്ടിംഗ് ഒന്നും ഉണ്ടോ? ഇല്ല മാഡം, ഇല്ല, നമുക്ക് ഫ്രീ ആണ് മാഡം. എൻ്റെ ട്രിപ്പ് പോകുന്ന മതിയാണ്. ശരി ഓക്കെ. ഹീറോയിൻ്റെ മോം ഡാഡി വന്നു. ഇതാണ് അടുത്ത ഷോക്ക് ന്യൂസ്. ഹീറോയിൻ മോം ഡാഡി വന്നു. എന്താ ഇവിടെ? ഹീറോയിൻ്റെ അടുത്ത് 3 പേരായിരുന്നു സംസാരിക്കായിരുന്നു. ആറമ്മ സംസാരിച്ച് പോയി. വിയും ജങ്കു ജിമിൻ 3 പേരാണ് ഹീറോയിനോട് പറയാൻ തുടങ്ങി. അതിന് 3 പേർ പേടിച്ചായിരുന്നു. പറയായിരുന്നു ഇങ്ങനെ നടന്നത് തന്നെ. സമാധാനം, ഹീറോയിൻ സമാധാനം, 3 പേരെ കൈ വെച്ച് സമാധാനമാക്കാതെ പേടിക്കാണ്ട് സമാധാനമാക്കി. ഇത് കണ്ട് ഹീറോയിൻ്റെ ഡാഡി മമ്മിക്ക് ഷാക്കായി. എന്താ ഇവിടെ നടക്കുന്നതെന്ന് ചോദിച്ചു. ഹീറോയിൻ നെറ്റിപ്പോയി. അതുമാത്രം റോസ് ഷോക്കായി. അർജുൻ ജ്യൂസ് കൊടുത്തു കുപ്പി. അങ്കിളാ, അങ്കിൾ. ഞാൻ ആറം വന്നു. എന്താ ഇവിടെ നടക്കുന്നു ചോദിച്ചേ. ഹീറോയി പറഞ്ഞു, ഡാഡ് നടന്ന കാര്യം പറഞ്ഞു. എന്ത്? അവൻ കിഡ്നാപ്പ്? അതെ ഡാഡി, നടന്ന കാര്യം പറഞ്ഞു. ശരി ഓക്കെ ഓക്കെ. ഇവരെവിടെയാണ് താമസിക്കുന്നത്? അതെ മോം ഡാഡി. ഓക്കെ ഓക്കെ. ഇവരെവിടെ താമസിക്കുക? മീത്താണ് താമസിക്കുന്നത്. ശരി കറക്റ്റ് റൂമുണ്ടല്ലേ? അന്നോ ഡാഡി. ശരി ഓക്കെ മോളെ. കേസ് എങ്ങനെയുണ്ട്? കേസ് നന്നായിട്ട് പോകുന്നുണ്ട്. ശരി ഓക്കെ. അങ്ങനെ ഹീറോയിൻ്റെ ഡാഡിക്ക് ഒരു കോൾ വന്നു. ഹലോ DGP ആണ്. നിങ്ങളാരാണ്? നടന്നു വരും. ശരി ഓക്കെ. മോളെ, ബാപ്പ ഡാഡ് അച്ഛാ എന്ന് പറ്റി അച്ഛാ? പ്രിയ, എല്ലാ ജോലി നീ കറക്റ്റ് ചെയ്യണം, മാത്രം പ്രശ്നമല്ലോ സോൾവ് ചെയ്യണം. ശരി ഓക്കെ. ഓക്കെ സാർ, എന്താണ് ഡീറ്റെയിൽസ്? എന്ത് പറഞ്ഞാൽ? കൊണ്ടുവന്നു, ഒരാളെ കൊണ്ടുവന്നു സാർ. എൻ്റെ പേര് അശോകാണ്. അശോക്? എന്താണ് സാർ സംഭവിച്ചത്? സാർ, അവൻ പേര് വിക്രം സാർ. വിക്രമിൻ്റെ മകൾക്ക് ബോസിൻ്റെ പേരാണ് വിക്രമാണോ? എന്ത് പറ്റി? വിക്രമിൻ്റെ മകൾക്ക് ഇവർ ഐഡൽസിനെല്ലാം പിടിക്കും. ഈ 3 പേരെ വിക്രമിൻ്റെ മകൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. ചെറിയ കുട്ടിയാണ്, അവളുടെ ഫസ്റ്റ് ഇയർ പഠിക്കുകയാണ്. വിക്രാൻ്റെ മകൾക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇവരെ 3 പേരെ. ഇവരെ കല്യാണം കഴിക്കണം വിക്രാൻ്റെ മോൾക്ക് ഭയങ്കര ആഗ്രഹമാണ്. വിക്രം പറഞ്ഞായിരുന്നു, ഇവരെ മകളെ ഞാൻ മാരേജ് കഴിക്കും. വിക്രമിൻ്റെ മകൾ വാശി പിടിക്കായിരുന്നു ഇവരെ പിടിച്ചോണ്ട് വരാൻ. അതുകൊണ്ടാണ് ഇങ്ങനെ കിഡ്നാപ്പ് ചെയ്തത്. ഇവരെ മാരേജ് കഴിച്ചാൽ മാത്രമേ ഇവിടെ സോൾവ് ആവും. എന്ത് മാരേജാ? അതാണ് കിഡ്നാപ്പ് ചെയ്തത്. ഇവരെ മാരേജ് കഴിക്കാൻ വേണ്ടിയാണ് കിഡ്നാപ്പ് ചെയ്തത്. ഇതാണ് വിക്രമിൻ്റെ മകളുടെ പ്ലാൻ. വിക്രം ഹെൽപ്പ് ചെയ്തായിരുന്നു. നടന്നു കയറി ഹീറോയ്ക്ക് ഷോക്ക്. ഇവരെ കിഡ്നാപ്പ് മാരേജ് കഴിക്കാനാ? ഹീറോയിൻ ഷോക്കായിരുന്നു. അങ്ങനെ മാരേജാ എന്ന് കേട്ടു. സർ, നിങ്ങളെ വിക്രമിൻ്റെ മകൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങളെ കല്യാണം കഴിക്കാൻ വേണ്ടിയാണ് കിഡ്നാപ്പ് ചെയ്തത്. എന്ത് മാരേജാ? എല്ലാവർക്കും ഷോക്കായി. ജങ്കുക്ക് പറയാം, ആരും മാരേജ് കഴിക്കാൻ പോകുന്നത്? വീനാണോ? ജിമിൻ പറയാൻ തുടങ്ങി. എന്ത് ജങ്കുക്കിനാണ്? അല്ല, അങ്ങനെ പറയാൻ തുടങ്ങി. അല്ല, നിങ്ങൾ 3 പേരെ. എന്ത് 3 പേരെ മാരേജ് കഴിക്കുന്ന? അതാണ് അവർക്ക് 3 പേര്, നിങ്ങൾ 3 പേരെ ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങൾ 3 പേരെ കല്യാണം കഴിഞ്ഞിട്ട്, അതുകൊണ്ട് നിങ്ങളെ കല്യാണം കഴിക്കാൻ വേണ്ടി അവളെ പ്ലാൻ. ഇതാണ്ട് 3 പേർക്ക് ഷോക്ക്. അയ്യോ, ഞങ്ങളെ കല്യാണം കഴിക്കുമോ? അതാണ് വിക്രമിൻ്റെ മകൾ ഫോട്ടോ കാട്ടി. അയ്യോ ഈ കുട്ടി എനിക്ക് സെറ്റാളെ കാണുമ്പോൾ ടെറർ പീസ് ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് പറയാം, അയ്യോ ഇവരെ ഞാൻ കല്യാണം കഴിക്കില്ല. ശരി ഓക്കെ, ടെൻഷൻ ആവാണ്ട്. അങ്ങനെ വിക്രമിൻ്റെ മകൾ വന്ന് വാശി പിടിക്കായിരുന്നു. അങ്ങനെ കിഡ്നാപ്പ് ഇങ്ങനെ ഹീറോയിനെ തല്ലി മയക്കി ഇങ്ങനെ കൊണ്ടുപോയി. അങ്ങനെ ഹീറോയ്ക്ക് പറഞ്ഞ ഹീറോയ്ക്ക് എൻഗേജ്മെൻ്റാണ് നടക്കാൻ പോയിരുന്നു. ഹീറോയിൻ്റെ വീട്ടിൽ എൻഗേജ്മെൻറ്റ് പാർട്ടിയായിരുന്നു. നമുക്കൊന്നും ഹീറോയിൻ്റെ അച്ഛനമ്മ പറയാൻ തുടങ്ങി, ഇവനാണ് രാജു ആണ്, MLയുടെ മകനാണ്, ഇവനെ കൂടെ എൻഗേജ്മെൻറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു. ഒരു എൻഗേജ്മെൻറ്റ് ചെയ്യാമെന്ന് വെച്ചായിരുന്നു. അവനക്ക് ഇഷ്ടമില്ല ഇനി മാരേജ്. അവനും പറഞ്ഞിരുന്നു, പ്രിയ എനിക്ക് മാരേജ് ഇഷ്ടമില്ല. ശരി ഓക്കെ, നിങ്ങൾ എൻഗേജ്മെൻറ്റ് ക്യാൻസൽ ചെയ്യാമെന്ന് പറഞ്ഞു. ഇങ്ങനെ എൻഗേജ്മെൻറ്റ് പാർട്ടി ആയിരുന്നു. അവൾ വന്നു.
രാജശേഖരൻ്റെ മകൾ വന്ന് അവൾ പറഞ്ഞു ഇങ്ങനെ 3 പേരെ ഫൈറ്റ് ചെയ്ത് കിഡ്നാപ്പ് ചെയ്തു. അത് അമ്പലത്തിൽ കൊണ്ട് താലിയെല്ലാം ഓൾറെഡി റെഡി ചെയ്തു. 3 താലി ഓൾറെഡി റെഡി. എന്നെ കെട്ടിടാന്ന് കുടിച്ച് മിരട്ടായിരുന്നു. ഗണ്ണ് അത് ഇതെല്ലാം വെച്ച് മിരട്ടായിരുന്നു. ഒരു ഇങ്ങനെ ഗണ്ണല്ല, ഒരു ഇത് വെച്ച് ഒരു പായസം പോലത്തെ ഒരു സാധനം വെച്ച് ഗണ്ണല്ല, കത്തി കെട്ടി മിരട്ടായിരുന്നു. നീ മാരേജ് കഴിച്ചില്ലേ നിങ്ങൾ കുത്താണ് എന്ന് ഹീറോ പേടിച്ച് താലി കെട്ടാൻ പോയെന്ന് ജസ്റ്റ് ഹീറോ സ്റ്റോപ്പ് പറഞ്ഞു. പിന്നെ ഹീറോയിൻ്റെ അടിയാൾ വന്ന് കുറച്ച് എല്ലാ പോലീസ് ബാക്കി പോലീസ് വന്ന് അവർ പിടിച്ചു. അതിനായിട്ട് പറയാൻ തുടങ്ങിയാണ് ഇപ്പോൾ എന്താ ചെയ്യുക, താലി എന്താ വെച്ചാൽ 3 പേരിൽ താലി ഉണ്ടായിരുന്നു. ഹീറോയ്ക്കൊക്കെ തുടങ്ങിയോ ഇവ എന്താ ചെയ്യാം. അങ്ങനെ ഹീറോയിൻ്റെ ഡാഡി മമ്മീനെ പിടിച്ചു വെച്ച്. അതിനായിട്ട് അവൾ പറഞ്ഞു മാറി അത് എന്നെ കൗത്തുക്കിട്ട് പേടിക്കണം. പോലീസ് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയായിട്ട് ഇവരെ മാരേജ് കഴിച്ചില്ല, ഇവരെ കൊന്നുകളെ ഇങ്ങനെ മിരട്ട തുടങ്ങിയായിരുന്നു. അങ്ങനെ അവിടുത്തവർ പറയുന്നുണ്ടെങ്കിൽ അങ്ങനെയായിട്ട് ഇവളെ കല്യാണം കഴിക്കുന്നത് നീ വരാ, നിങ്ങൾക്ക് ആരെ പിടിച്ചിട്ട് അവരെ കല്യാണം കഴിക്കും 3 പേരോട് ആ ഗുരുജി പറഞ്ഞു. അതുകൊണ്ട് ഇവർക്ക് മനസ്സിലായില്ല. അതിലൊരാൾ ഇംഗ്ലീഷിൽ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിന്, ഏതോ ഒരു പെണ്ണും ഇവിടെ നിങ്ങൾക്ക് ഏത് പെണ്ണ് ഇഷ്ടപ്പെട്ട് അവരെ കല്യാണം കഴിച്ചോ, അതിന് മുമ്പ് നിങ്ങൾക്ക് ഡിവോഴ്സ് ചെയ്യാം. ഡിവോഴ്സാണ് നിങ്ങൾക്ക് പിടിച്ച പെണ്ണ് ഇവിടെ ഉണ്ടായിരുന്നു, നിങ്ങളുടെ ഗേൾ ഫ്രണ്ടാ, ഇല്ല നിങ്ങൾക്ക് പിടിച്ച പെണ്ണ് നിങ്ങൾ കല്യാണം കഴിച്ചോ. ഇവിടെ ആരും നിങ്ങൾക്ക് പിടിക്കുമോ, അവരെ കല്യാണം കഴിച്ചോ. അത് ഇല്ല. ജിമ്മിൻ 3 പേരും വീട് നോക്കിയാൽ തുടങ്ങി. അവരുടെ 3 പേരും ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ ഡീലല്ലേ മറിഞ്ഞു ഓർന്നു. ഞാൻ ഹീറോയുടെ അടുത്ത് നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹീറോയെ വഴക്ക് പറയുമ്പോൾ ഹീറോയ്ക്ക് പറഞ്ഞുകൊണ്ടായിരുന്നു. ഹീറോയിൻ്റെ മമ്മി ഡാഡി വായിക്ക് കൈ വെച്ച്. അർജുനക്ക് ഷാക്ക്, റോസിക്ക് ഷാക്ക്. ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ല. ഇതെന്ത് കൗത്തൽ ഹീറോയി ബഗ്ഗി നോക്കി ഹീറോയ്ക്ക് ഷാക്ക്. തീർന്ന് 3 പേരെ നോക്കി ഷോക്കായിട്ട് എന്താടാ നീ ചെയ്യുന്ന വിട്രാ. ഹീറോയ്ക്ക് കിട്ടി 3 പേര്. എന്ത് പോയോ എന്താടാ ചെയ്യുന്നതെന്ന് ഹീറോയ്ക്ക് ഷാക്കായി. അങ്ങനെ തിരിഞ്ഞ് റോസ് പറയാൻ തുടങ്ങി. എടാ മച്ചാ എന്താടാ ഇവിടെ നടക്കുന്നേ, മാംക്ക് മാരേജ് കഴിഞ്ഞൂടാ. അതെ ഹീറോയ്ക്ക് തലേ കൈ വെച്ചാൽ അയ്യോ എനിക്ക് കല്യാണം നടന്നല്ലോ, ഇപ്പം എന്താ ചെയ്യുക, അയ്യോ ഇവരെ വെച്ച് ചെയ്യില്ല. പിന്നെ നോക്കിയാളാ ഇങ്ങനെയായിട്ട് അവരെ പിടിച്ച് ജയിലിലിട്ടു. പിന്നെ അവർ എല്ലാവരും പിടിച്ച് ജയിലിലിട്ടു. അത് മാത്രമല്ല അവരുടെ മേലെ കേസിട്ട് അത് പുറത്ത് കറിയാത്ത പോലെ അവരെ ജയിലിലിട്ട് കഴിഞ്ഞു.